ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ലക്ഷണം കണ്ടാൽ നിങ്ങൾ ഉടൻ സമ്പന്നനാകും എന്നുള്ള ഒരു സൂചനയാണ്. അപ്പോൾ ആ ഒരു ലക്ഷണം ആരൊക്കെ കണ്ടാലും അത് നിങ്ങളിലേക്ക് സമ്പത്ത് വരാൻ പോകുന്നു, ജീവിതം ഉറപ്പായിട്ടും മാറാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ്. ആ ലക്ഷണം എന്താണ്, ആ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഏതൊരാൾക്കും പ്രയോജനം ചെയ്യും. കാരണം ഈ ഒരു ലക്ഷണം കണ്ടാൽ പോലും അത് തിരിച്ചറിയാതെ, അത് പ്രയോജനപ്പെടുത്താതെ ആ ജീവിതത്തിലെ ആ ഒരു ഉയർച്ചയില്ലായ്മയിലേക്ക് പോകുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഒരു ലക്ഷണം പ്രയോജനപ്പെടുത്തിയവരെല്ലാം വളരെ ജീവിതത്തിൽ ഉറപ്പായിട്ടും രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷപ്പെടാനുള്ള സമയത്താണ് ഈ ഒരു ലക്ഷണം കാണിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് അത് ശരിയായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഹസ്തരേഖ, സംഖ്യാ ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ അയക്കാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ സ്വാഭാവികമായിട്ടും വരുന്നുകൊണ്ട് അത് സാധിക്കത്തില്ലല്ലോ. പറ്റുന്നവർക്ക് ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ ചെയ്യും. അത് ഫ്രീ ആകുന്നതനുസരിച്ചാണ്. അതിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. എന്നിട്ട് അങ്ങനെ അത് താല്പര്യമുള്ളവർ നോക്കാം, അല്ലെങ്കിൽ നോക്കാതിരിക്കാം. ഒരു വഴിപാട് ചെയ്താലോ ഒരു കാര്യം ചെയ്താലോ ഒന്ന് ഉടനെ ഫലം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ ഈ കാര്യം, അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഈ കാര്യം, അത് മനസ്സിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നേക്കാം എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. കാരണം ഒരുപാട് ജീവിതങ്ങൾ മാറിയിട്ടുണ്ട് ആ ഒരു ലക്ഷണം പ്രയോജനപ്പെടുത്തിയവർ. ചിലർക്ക് അത് പോകും. അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും ദുരിതങ്ങളും ഒക്കെ ഇങ്ങനെ അതിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ നമ്മൾക്ക് ജീവിതം മാറാനുള്ള ഒരു സമയം ആകുമ്പോൾ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ആ ലക്ഷണങ്ങൾ നമ്മൾ കാണാതെ പോയാൽ നമ്മൾ ആ ദുരിതങ്ങളും ദുഃഖങ്ങളും തുടരുക തന്നെ ചെയ്യും. എന്നാൽ ആ ലക്ഷണങ്ങൾ കണ്ട് അത് മനസ്സിലാക്കി അതിനു വേണ്ട കാര്യങ്ങൾ, അത് പ്രയോജനപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ എന്നേക്കുമായി രക്ഷപ്പെടും. അപ്പം അങ്ങനെയുള്ളൊരു ലക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു ചെറിയ കാര്യമല്ല, കേൾക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷേ ഇത് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തിയവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം വീടില്ലാത്തവരെ, ഭൂമിയില്ലാത്തവരെ, ഈ ഒരു കാര്യം പ്രയോജനപ്പെടുത്തിയവർക്ക് ഭൂമി, വീട്, ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നല്ലേ, അത് ശ്രദ്ധിച്ച് കേൾക്കണം, മുഴുവൻ കേൾക്കണം. അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ചെറിയ കാര്യമായിട്ട് വിചാരിക്കരുത്, വലിയ കാര്യമാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും. അതായത് നമുക്കിപ്പം എപ്പോഴെങ്കിലും തോന്നുക, നമ്മുടെ മനസ്സിൽ ഒരു ഗുരുവായൂരൊന്ന് പോയാൽ കൊള്ളാം എന്ന് ചിലപ്പം നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. ഗുരുവായൂരൊന്ന് പോയാൽ കൊള്ളാം, അല്ലെങ്കിൽ അമ്പലപ്പുഴയൊന്ന് പോയാൽ കൊള്ളാം, അല്ലെ ചോറ്റാനിക്കരയൊന്ന് പോയാൽ കൊള്ളാം, അല്ലെ പളനിയിലൊന്ന് പോയാൽ കൊള്ളാം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇതുപോലെയുള്ള ഒരു തോന്നലോ ചില സമയത്ത് തോന്നും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറാനുള്ള ഒരു സമയമായി എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ അത് കണ്ടില്ല എന്ന് അടിക്കരുത്. ഗുരുവായൂർ പോകാൻ മനസ്സിൽ തോന്നിയാൽ പോയേക്കണം, പിന്നത്തേക്ക് വെക്കരുത്. പിന്നത്തേക്ക് വെച്ചാൽ നിങ്ങളുടെ ആ ജീവിതം മാറാനുള്ള ഒരു ടൈമിലാണ് ചിലപ്പോൾ അത് ഉള്ളിൽ നിന്ന് തോന്നുന്നത്. നമ്മൾ വെളിയിൽ കാണുന്ന ലക്ഷണങ്ങൾ നമ്മളെ വലിയ രീതിയിൽ ബാധിക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്, അതാണ് ജീവിതം മാറ്റുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ, അത് ഉപബോധ മനസ്സിൽ നിന്ന് വരുന്നതാണ്. ഉപബോധ മനസ്സെന്ന് വെച്ചാൽ ഈശ്വരനാണ്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സൂചനയാണത്. ജീവിതം മാറാനുള്ള സമയമാകുമ്പോൾ നമ്മൾ മനസ്സിൽ തോന്നുക ഗുരുവായൂർ പോകണം എന്നിങ്ങനെ മനസ്സിൽ തോന്നിയാൽ പോയേക്കണം.
അവിടെ തൊട്ട് ജീവിതം മാറാൻ തുടങ്ങും. അങ്ങനെ ഒരു തവണ പോയോണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെയാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്ന കാര്യം. അപ്പോൾ ഈ ലക്ഷണം മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് ഞാൻ തോന്നിക്കുന്നതല്ല, അത് ഈശ്വരൻ തോന്നിക്കുന്നതാണ്. അത് നിങ്ങളുടെ സമയമാകുമ്പോൾ ഈശ്വരൻ കാണിച്ചു തരുന്ന, നിങ്ങളുടെ മനസ്സിൽ ഈശ്വരൻ ഒരു സൂചന നൽകുന്നതാണ്, ഒരു ലക്ഷണമാണ്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ബാക്കി എന്ത് ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞുതരും. അപ്പം മനസ്സിൽ അങ്ങനെ എനിക്ക് ഇതുപോലെയുള്ള ചൈതന്യം കൂടുതലുള്ള, അത് ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഗുരുവായൂരായിക്കോട്ടെ, ചെട്ടിക്കുളങ്ങര ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റുമാനൂരായിക്കോട്ടെ, അല്ലെങ്കിൽ വൈക്കത്തപ്പൻ്റെ അവിടെ ആയിക്കോട്ടെ, അതുപോലെ ഏത് മഹാക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും പോകണമെന്നൊന്ന് തോന്നുക മനസ്സിൽ. അത് ഏത് കൊട്ടിയൂരായിക്കോട്ടെ, ഏത് ക്ഷേത്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുത്തപ്പൻ്റെ അമ്പലം ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, വലിയ ഇതുപോലെയുള്ള ഒരു പ്രാധാന്യമുള്ള, ഒരു പ്രത്യേകമായ ഉയർന്ന ചൈതന്യമുള്ള ഇതുപോലെ ഏതെങ്കിലും, ഞാൻ കുറച്ച് ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പം അതിലെൻ്റെ മനസ്സിൽ വന്ന കുറേ ക്ഷേത്രങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതുപോലെ ഏതെങ്കിലും ഒരു ചൈതന്യം കൂടുതലുള്ള, നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് കുറേ ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് മനസ്സിൽ തോന്നിയാൽ വിചാരിച്ചോണം, ജീവിതം മാറാനുള്ള സമയമായി എന്ന് കരുതി മാറണമെന്ന് നിർബന്ധമില്ല. നിങ്ങളത് ചെയ്യേണ്ട കാര്യം ചെയ്യുമ്പോഴേ അത് മാറത്തുള്ളൂ. ചിലരത് പ്രയോജനപ്പെടുത്താതെ പോകും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ലക്ഷണം കണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി, ഓരോ മാസവും അങ്ങനെ ക്ഷേത്രത്തിൽ പോയി വീടുണ്ടായി, കാറുണ്ടായി, വണ്ടി എല്ലാം ഉണ്ടായവരെ എനിക്കറിയാം. ആ അനുഭവത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്, സ്ഥലവും വീടും അവർക്ക് ഒരു മരിച്ചാൽ പോലും ദഹിപ്പിക്കാൻ അല്പം സ്ഥലമില്ലായിരുന്ന ഒരാൾ, ഇതുപോലെ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി. ഒരു ക്ഷേത്രത്തിൽ, അത് ഒരു ദൂരെയുള്ള മുരുകൻ്റെ ക്ഷേത്രമാണ്. അവിടെ അദ്ദേഹം മലയാള മാസം ആദ്യം ഞായറാഴ്ച തോറും മാസത്തിൽ 1 വീതം പോയി. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി 1-ലധികം വാഹനങ്ങളുണ്ട്, ഭൂമി മേടിച്ചു, വീട് വെക്കാൻ പോകുന്നു. അദ്ദേഹം എന്നോടിത് പറഞ്ഞപ്പോൾ അത് ഞാൻ വിചാരിച്ചു, അത് ശരിയാണ്, പലരുടെയും ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനിത് പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ് വിടരുത്, അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വിടരുത്. നിങ്ങൾ അമ്പലത്തിൽ പോകണം. ഞാൻ ഈ ഓരോ മാസവും ഞാൻ അമ്പലപ്പുഴ പോകാറുണ്ട്, കഴിവതും മുടങ്ങാതെ തന്നെ. അത് ഭഗവാൻ എന്നെ തോന്നിച്ചു, ഞാനവിടെ പോകുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാണ് എനിക്ക് അഗസ്ത്യ പരമ്പരയിലെ ശിവവിദ്യയൊക്കെ കിട്ടിയത്. പുതിയ ചില വിദ്യകൾ അഗസ്ത്യ പരമ്പരയിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പം അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടായി. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, ഭൂമി, സ്വത്ത്, അതൊക്കെയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഞാൻ മുടങ്ങാതെ മാസത്തിൽ 1 കഴിവതും അമ്പലപ്പുഴ പോകും. ഭഗവാനെ പോയെന്ന് കാണണം. അവിടെ തൊട്ട് എൻ്റെ ജീവിതം മാറി. പിന്നെ ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിയാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണം. ആ തോന്നുന്ന ക്ഷേത്രത്തിൽ പോകണം. ഇതുപോലെയുള്ള മഹാക്ഷേത്രങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ദൂരെയുള്ള, അപ്പം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലും പോകാം. അത് ആഴ്ച പോകാം. മാസത്തിലൊന്ന് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു മഹാക്ഷേത്രത്തിൽ പോകണം, നിങ്ങളുടെ വീടിനോട് ദൂരെയുള്ള. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പോകണമെന്നൊരു തോന്നലുണ്ടായാൽ ഉറപ്പാണ് നിങ്ങളുടെ ടൈമായി, ജീവിതം മാറാനുള്ള സമയമായി. പിന്നെ എങ്ങനെങ്കിലും പോവുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈശ്വരൻ തന്നോളൂ. നമ്മൾ ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാകും, പക്ഷെ പോകണം. പിന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാസത്തിൽ 1 വീതം ആവർത്തിക്കണം. അവിടാണ് മാറ്റം ഉണ്ടാകുന്നത്. ഒരു തവണ പോയോണ്ട് മാറ്റം ഉണ്ടാകണമെന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ഇതുപോലെ ഇതുണ്ടായ ഗുരുവായൂർ പോയവർ ഇന്നും പോകുന്നുണ്ട്. ആദ്യം അവരുടെ മനസ്സിൽ ഭഗവാൻ തോന്നിക്കും, ഒന്ന് പോകണം. ഏറ്റുമാനൂർ പോകുന്നവരുണ്ട് തുടർച്ചയായിട്ട്. അതായത് എനിക്ക് ഒരാളുടെ ജീവിതം, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ട ഒരു ജീവിതമാണ്. അതായത് അദ്ദേഹം കർഷകനായിരുന്നു. അപ്പം കർഷകനായിരുന്ന അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പാട്ടത്തിനൊക്കെ നിലമെടുത്താണ് മക്കളെ പഠിപ്പിച്ചത്. അപ്പോൾ ഇദ്ദേഹം എല്ലാ മാസവും ഒരു ഞായറാഴ്ച ഏറ്റുമാനൂർ പോകാൻ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇവിടുന്ന് ദൂരെയാണ്, ഏറ്റുമാനൂർ പോകും. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, അവിടെ ഇദ്ദേഹം എന്തിനാണ് ഏറ്റുമാനൂർ പോകുന്നത്? ഇത് ഞാൻ നോക്കിയിട്ട് വലിയ ഉയർച്ചയൊന്നും കാണുന്നില്ല. പക്ഷേ അദ്ദേഹം എത്രയോ വർഷങ്ങൾ ലാസ്റ്റ് ഏറ്റുമാനൂരപ്പൻ ഇദ്ദേഹത്തിനെല്ലാം കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പഠിച്ച്
ഇന്ന് അമേരിക്കയിൽ ഏതോ ഉയർന്ന മാസം, എനിക്ക് തോന്നുന്നു 3 ലക്ഷം രൂപയുടെ ശമ്പളം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഏതോ ഉയർന്ന ഒരു ജോലിയാണ്, ഏതാണ്ട് എൻജിനീയറോ അത് വലിയ ജോലിയാണ്. മോന് 2 മക്കൾക്കും, രണ്ടാമത്തെ മോന് വേറെ എങ്ങാണ്ട്, അവനും നല്ല ജോലിയാണ്. മൂത്തവൻ അമേരിക്കയിൽ വലിയ എൻജിനീയറാണ്. അവർ ഒരു സാധാരണ, അവരുടെ ഒരു സാധാരണക്കാർ എന്ന് വെച്ചാൽ തീരെ എളിയ നിലയിൽ ജീവിച്ചവരാണ്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അപ്പൻ അനുഗ്രഹം കൊടുത്തത്. പക്ഷെ അവർ മാസത്തിൽ 1 വീതം, ഒരു ഞായറാഴ്ച വീതം പോവുമായിരുന്നു കൈവിടത്തിൽ. പിന്നെ ചിലർക്ക് പെട്ടെന്ന് ബലം കിട്ടും, ചിലർക്ക് ചിലപ്പം കുറച്ച് ആവർത്തിക്കേണ്ടി വരും, കുറേ ചിലപ്പം സമയമെടുക്കും, ചിലർക്ക് പെട്ടെന്നായിരിക്കും അനുഗ്രഹം കിട്ടുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതം മാറാനുള്ളൊരു സമയത്തെ ഈ തോന്നൽ മനസ്സിൽ വരത്തുള്ളൂ. ഇതുപോലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ പോകണമെന്ന്, അത് മാസത്തിൽ 1 വീതം ആവർത്തിക്കണം. അത് ഉറപ്പായിട്ടും ജീവിതം മാറ്റും. ഉറപ്പാണ് ജീവിതം മാറ്റും. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ, ചിലർക്ക് എളുപ്പം മാറ്റം വരും. അതൊക്കെ നിങ്ങളുടെ ഭക്തിയും വിശ്വാസം പോലെ ഇരിക്കും. ഇനിയും നിങ്ങൾക്ക് അങ്ങനെ ഗുരുവായൂരാ പോകാൻ തോന്നുമെങ്കിൽ പറ്റുമെങ്കിൽ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച പോവുക, അല്ലെങ്കിൽ മലയാള മാസം 1-ാം തീയതി പോവുക. അതൊക്കെ വിശേഷമായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന ദിവസം പോവുക. ഞാനൊരു സജഷൻ, ഒരു ദിവസം പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു മുരുകൻ്റെ ക്ഷേത്രത്തിലാണ് പോകാൻ ഇതുപോലെ തോന്നുന്നെങ്കിൽ മലയാള മാസം ആദ്യം ഞായറാഴ്ച പോകണം, പെട്ടെന്ന് ജീവിതം മാറും. അങ്ങനെ മാസത്തിൽ 1 വീതം സാധിക്കുന്ന പോലെ പോവുക. ഇനി നിങ്ങൾക്ക് ചോറ്റാനിക്കര, ചുട്ടികുളങ്ങര അങ്ങനെയുള്ള ദേവീക്ഷേത്രങ്ങളാണെങ്കിൽ മലയാള മാസം ആദ്യം വെള്ളിയാഴ്ചകൾ പോവുക, പെട്ടെന്ന് ജീവിതം മാറും. പിന്നെ നിങ്ങളുടെ സമയവും സാഹചര്യം പോലെ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും സെലക്ട് ചെയ്യാം. മാസത്തിൽ 1 പോകണം. ഞാനൊരു ദിവസം അല്ലെ പറയുന്നതേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ അകത്ത് അങ്ങനെ വിചാരിച്ചാൽ മതി. ഇത് അങ്ങനെയെല്ലാം പറയും. ഇനി ശിവക്ഷേത്രമാണെങ്കിൽ മലയാള മാസം ആദ്യം ഞായറാഴ്ച പോകുന്നത് നല്ലതാണ്. അതുപോലെ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച പോകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച പോകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മലയാള മാസം ആദ്യം ഞായറാഴ്ച പോകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച പോകുന്നതല്ല, മാസത്തിൽ 1 വീതം. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഇതെല്ലാ രീതിയും നിങ്ങൾ എടുക്കേണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി. ഇപ്പം നിങ്ങൾക്കിപ്പം ശിവക്ഷേത്രത്തിൽ മലയാള മാസം ആദ്യം ഞായറാഴ്ച പോകാൻ പറ്റുന്നത് അന്ന് പോവുക. അല്ല, നിങ്ങൾക്കിപ്പം അത് ഒരു കണക്കിൽ പോകണം. മലയാള മാസം ആദ്യം ഞായറാഴ്ചയാണെങ്കിൽ എല്ലാ മാസവും അങ്ങനെ തന്നെ പോകാൻ ശ്രമിക്കണം. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ പോവുക. ഇനിയിപ്പോൾ കർത്തവാവ് കഴിഞ്ഞത് വ്യാഴാഴ്ചയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അടുത്ത മാസം അങ്ങനെ പോകാൻ ശ്രമിക്കുക. പിന്നെ ഇനിയിപ്പം നിങ്ങളുടെ സമയ സാഹചര്യം പോലെ ഒന്നും മാറിയാലൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു കണക്കിന് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഇപ്പം ഗുരുവായൂർ പോകുന്നു, വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ചകൾ തന്നെ മലയാള മാസം ആദ്യം വ്യാഴാഴ്ച പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 1-ാം തീയതിയാണ്, 1-ാം തീയതിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു ശനിയാഴ്ചയാണ് പോകാൻ പറ്റുന്നത്, അപ്പം മലയാള മാസം ആദ്യത്തെ ശനിയാഴ്ച ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത മാസം ആ ഒരു മലയാള മാസം ആദ്യം ശനിയാഴ്ച സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു നന്നായിരിക്കും. കാരണം ഒരു കണക്കിൽ പോവുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി അതല്ല, എനിക്കിപ്പോൾ ഈ മാസം ഒരു ഞായറാഴ്ചയാണ് ഗുരുവായൂർ പോകാൻ പറ്റുന്നത്, അടുത്ത മാസം ശനിയാഴ്ചയാണ് പോകുന്നത്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, മാസത്തിൽ 1 പോകണമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ മിക്കവാറും അമ്പലപ്പുഴ പോകുന്ന വ്യാഴാഴ്ച, മാസത്തിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച അമ്പലപ്പുഴ പോകുന്നത്. അത് ഞാൻ വ്യാഴാഴ്ചയെ പോകുന്നത്, അതൊരു കണക്കിലാണ് പോകുന്നത്. അതൊരു അനുഭവമാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങളെ പറയുന്നത്. അപ്പോൾ ഇത് ജീവിതം അടിമുടി മാറ്റുന്ന കാര്യം, ഇത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇനി അയ്യപ്പ ക്ഷേത്രത്തിലാണ് ശനിയാഴ്ച, ഏതെങ്കിലും ശനിയാഴ്ച പോകാം. നിങ്ങൾക്കറിയാമല്ലോ, ഏതെങ്കിലും കൃഷ്ണനാണെങ്കിൽ വ്യാഴാഴ്ച പ്രധാനം, മുരുകനാണെങ്കിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും പ്രധാനമാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ കുറച്ചുകൂടി ഈ ഞായറാഴ്ച, മലയാള മാസം ആദ്യം ഞായറാഴ്ച കുറച്ചുകൂടി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. ദേവിയാണെങ്കിൽ വെള്ളിയാഴ്ച ഏറ്റവും, വെള്ളിയും ചൊവ്വായും നല്ലതാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വെള്ളി, മലയാള മാസം ആദ്യം വെള്ളി കുറച്ചുകൂടെ നല്ലതാണ്. അയ്യപ്പനാണ് ശനിയാഴ്ച. പിന്നെ നിങ്ങൾക്കറിയാലോ, ഓരോ ദേവതകൾക്ക് പ്രിയപ്പെട്ട ദിവസങ്ങൾ അറിയാമല്ലോ, ആ ദിവസങ്ങളിൽ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. നീ അതല്ല, നമുക്ക് പറ്റുന്ന ഒരു ദിവസമാണെങ്കിൽ അതാണെങ്കിലും തെറ്റില്ല. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, ജോലി ഇതൊക്കെ അനുസരിച്ച് നമുക്ക് പറ്റുന്ന ഒരു ദിവസമാണെങ്കിലും ഈശ്വരൻ അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ മനസ്സങ്ങ് സമർപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല വേറെ കാര്യമൊന്നും. നിങ്ങൾ അവിടെ ചെന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ മനസ്സ് അവിടെ സമർപ്പിക്കുക, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. ഭഗവാനെയുള്ള ഭക്തി ലയിച്ചു വേണമെന്നുള്ളത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായാൽ ആ സമയം പാഴാക്കരുത്, അത് പിന്നത്തേക്ക് വെക്കരുത്. കാരണം അതിൽ രക്ഷപ്പെടാനുള്ള ഒരു സമയത്തെ ഇങ്ങനെ തോന്നത്തുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ
എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത്, അതുപോലെ ബുദ്ധിമുട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾ പുറകോട്ട് പോകും. ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്, അക്കൗണ്ടൻ്റ്. ഈ ഉടുപ്പൊക്കെ ഇൻസേർട്ട് ചെയ്ത് നല്ല സെറ്റപ്പായിട്ടാണ് പോകുന്നത്. പക്ഷെ വൈകിട്ട് എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി കഴിഞ്ഞാൽ 1 രൂപ പോലും കാണത്തില്ല. അങ്ങനത്തെ അക്കൗണ്ടല്ല. കാരണം ജോലി ചെയ്യാനുള്ള എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ശമ്പളം വലുതായിട്ടില്ല. ഭയങ്കര ജോലിയാണ് താൻ. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ആ നിവൃത്തികൾ കൊണ്ടും പിന്നെ ചെയ്യുന്ന ജോലിയുള്ള ആത്മാർത്ഥത കൊണ്ടും ഞാൻ കുറേ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെരുപ്പ് മേടിക്കാൻ പോലും കൈ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ വീട്ടിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ പലപ്പോഴും കൂട്ടുകാർ പറയും ഒരു ചെരുപ്പൊക്കെ മേടിക്കുക. അവർ വിചാരിക്കും ഞാൻ പിശുക്കനായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. ഞാനൊരു 10 രൂപ മുടക്കി അവിടെ നമ്മുടെ ഒരു ചെരുപ്പ് കുത്തിയുള്ളൂ, സ്ഥിരം ആളാണ്. അവന് ആ 10 രൂപ കൊടുത്തില്ലെങ്കിലും പിന്നെ കൊടുത്താൽ മതിയെന്ന് പറയും. അങ്ങനെ ഒറ്റ പക്ഷേ ഞാൻ 10 രൂപ കൊടുത്ത് തയ്ക്കും. നല്ല വൃത്തിയായിട്ട് 10 രൂപ ആണെങ്കിലും അവൻ വൃത്തിയായിട്ട് ചെയ്തു തരും. എനിക്ക് ഈ ചെരുപ്പ് കൊണ്ട് വീണ്ടും ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു കാലം. അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഒരു കാര്യം അനുഭവിച്ച ആൾക്ക് അതിൻ്റെ പരിഹാരം നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഞാൻ ആ ഒരു ഇതിലൂടെ കടന്നു വന്നുകൊണ്ടാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ജീവിതം മാറ്റും. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയുന്നത്, ഞാൻ ആളുകളുടെ കൈരേഖയും ഗഹനതയെല്ലാം കൺസൾട്ട് ചെയ്ത് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് ശരിയായിട്ട് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ട് അവരെന്നോട് പറയുന്നതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു രക്ഷപ്പെടുമെന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് അനുഭവമുള്ള ആളാണ്. ഞാൻ ആളുകളെ കൺസൾട്ട് ചെയ്യുന്ന ആളാണ്. അത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അവർ പറഞ്ഞു തരുന്ന അവർക്കുണ്ടായ അനുഭവങ്ങൾ അവരെന്നോട് പറയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ആളുകൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഓരോന്നും പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഫലം ചെയ്യും. അപ്പോഴേ ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി. പുത്തങ്കാവുമ്പലത്തിൽ, അതെൻ്റെ അടുത്ത ക്ഷേത്രമാണ്, പുത്തങ്കാവുമ്പലത്തിൽ എനിക്ക് പോകണം വെള്ളിയാഴ്ചകൾ. ആ ഒരു ജീവിതത്തിൻ്റെ ഒരു മോശ സമയത്ത് ഞാൻ ഒരിക്കലും ക്ഷേത്രദർശനമൊന്നുമില്ലായിരുന്നു. അത് ജ്യോതിഷമൊന്നും വലുതായിട്ട് ആത്മീയ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയാത്തൊരു സമയം, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്തൊരു സമയം. ഞാൻ എൻ്റെ മനസ്സിൽ വലിയ തോന്നൽ പുത്തങ്കാവുമ്പലത്തിൽ പോകണം. അപ്പോഴത്തേന് ഞാനങ്ങനെ വെള്ളിയാഴ്ച പോകാൻ തുടങ്ങി. വെള്ളിയാഴ്ച പോകാൻ തുടങ്ങി. പോയി ഞാനവിടെ പോയി അമ്മയ്ക്കൊരു ചെമ്പരത്തിമാല കൊടുക്കും, അല്ലെങ്കിൽ തൊഴും, ഒരു മലരുകൊണ്ട് മീനോട്ട് കൊടുക്കും. ഈ മലരുകൊണ്ട് മീനോട്ട് ഞാൻ ചെയ്യുന്നതിനകത്ത് കാര്യം, ഈ മീൻ കുളത്തിലിടുമ്പോൾ ഈ മീനുകൾ വന്ന് തിന്നുന്ന കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതിനു വേണ്ടി ഞാൻ ചെയ്തത്. അല്ലാതെ എനിക്ക് അന്ന് വലിയ ഒരു മാറ്റമോ അല്ലെ ഉയർച്ചയോ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്കൊരു സന്തോഷമായി മീൻ ഇത് വന്ന് തിന്നുന്നതാണത്. ആ ഒരു രീതിയിലാണ് ചെയ്തത്. പക്ഷേ ഇത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പിന്നെ ദൈവം അനുഗ്രഹിച്ച് ഒരു 10 മിനിറ്റ് പോലും വെറുതെ ഇരിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. പിന്നെ ജ്യോതിഷത്തിലെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനും മനസ്സിലാക്കാനും പുതിയ ഒരുപാട് കാര്യങ്ങളിൽ ഒരു യോഗ, പ്രാണായാമം എന്ന് വേണ്ട, അതുപോലെ തന്നെ ഈ വിശകലനം ചെയ്ത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഞാനൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേനും 10 വർക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു കാലമാണ് പിന്നെ എനിക്ക് ഒന്നും ദൈവം അനുഗ്രഹിച്ച് സമയമില്ലാത്ത ഒരു സമയമായിരുന്നു. അതുപോലെ തിരക്കും കാര്യങ്ങളുമല്ല. അപ്പോൾ ഇതൊക്കെ അന്ന് എൻ്റെ മനസ്സിലുണ്ടായൊരു തോന്നലാണ്. എന്നും പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നലുകളുണ്ടായാൽ ആ തോന്നലുകളെ വിട്ടുകളയരുത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ കൃഷ്ണദാസിനൊക്കെ ഉണ്ട്. കൃഷ്ണദാസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക കൃഷ്ണദാസ് ആരാണ്? വലിയൊരു പാർട്ടിയാണ്. ഞാൻ വെറുതെ പറഞ്ഞാൽ കൃഷ്ണദാസ് എന്നൊരു പയ്യനാണ്, ഒരു കൊച്ചു പയ്യനാണ്. അപ്പോൾ അവനെന്നെ ഇങ്ങനെ നോക്കി, ഞാൻ അവനെ ഇങ്ങനെ നോക്കി. അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ കൃഷ്ണദാസിൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, എവിടെ പോവാ, എന്നാ ചായ കുടിക്കാൻ പോയതാണോ എന്നൊക്കെ ചോദിച്ചു. ഞാനും പറഞ്ഞ് ചായ കുടിക്കാൻ പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണദാസിൻ്റെ അമ്മയുടെ അമ്മയും ഇവിടെ ഇരിക്കുന്ന ഈ 2 കസേരയിൽ വന്ന് ഇരുന്ന് എന്നോട് വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് നേരിട്ട് കൺസൾട്ടിങ് ഉണ്ട്, എന്നോട് പറഞ്ഞു, കൃഷ്ണദാസിൻ്റെ അമ്മ പറഞ്ഞു, അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, കുട്ടികളില്ല. അപ്പം കുട്ടികളില്ലാത്ത കൊണ്ട് ചേട്ടൻ എന്നെ
ഉപേക്ഷിക്കുമോ എന്നെനിക്ക് ഭയമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഭയപ്പെടേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്ര തോന്നലൊന്നും വേണ്ട. അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, അത് തുടരുന്നുമുണ്ട്, എന്തെങ്കിലും പ്രാർത്ഥനയുടെ ഭാഗമായിട്ടൊരു കാര്യം പറഞ്ഞുതരാമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ അവർ പറഞ്ഞു, എന്തെങ്കിലും പ്രാർത്ഥനയുടെ ഭാഗമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് കൃഷ്ണൻ്റെ 2 കാര്യം പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഈ അവരുടെ പക്കനാളിന് ചെയ്യേണ്ടതും പിന്നെ വ്യാഴാഴ്ച ചെയ്യേണ്ടതും. അപ്പോൾ അതിൽ അവർ അത് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇവിടെ ഇരുന്നോട് ചോദിച്ചു, ഇതൊക്കെ ചെയ്താൽ വല്ല ഫലം ഉണ്ടാവുമോ, കുട്ടി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതെനിക്കറിയത്തില്ല. നിങ്ങൾ ചോദിച്ചു, ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഉള്ളൊരു ഒരു നല്ലൊരു പ്രാർത്ഥന, ഒരു വഴിപാട്, അത് ഞാൻ പറഞ്ഞു തരുന്നു. നിങ്ങളത് വിശ്വാസത്തോടെ ചെയ്താൽ ഫലം ഉണ്ടാകും, ഇല്ലേ ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക. ഇത് ഞാൻ എല്ലാവരും പറയുന്ന കാര്യമാണ്. കാരണം അതാ സത്യം. നമ്മളൊരു കാര്യം നമ്മളത് വിശ്വാസത്തോടെ ചെയ്താൽ ഫലം ഉണ്ടാകും, ഇല്ലേ ഫലം ഉണ്ടാകത്തില്ല. വിശ്വാസം ഇല്ലാത്തവർ ചെയ്യണ്ട, അത് ഞാൻ പറയത്തുള്ളൂ. അത് സത്യമാണ്, ഞാൻ പറഞ്ഞ സത്യമായുള്ള കാര്യമാണ്. പിന്നെ അവരങ്ങ് പോയി. പിന്നെ ഈ പെൺകുട്ടിയെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വഴിപാട് വ്യാഴാഴ്ച ചെയ്യാൻ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, ആ കുട്ടിക്ക് നല്ല വിശ്വാസത്തോടെ ചെയ്തു. ട്രീറ്റ്മെൻറ്റും തുടരുന്നുണ്ടായിരുന്നു. കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ 28 കെട്ടും ഒക്കെ അന്ന് സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് നോക്കി കൊടുത്ത്. പിന്നെ ആ കുട്ടിയുടെ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് സമയം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ആ പയ്യനിട്ട പേരാണ് കൃഷ്ണദാസ്. ഈ കൃഷ്ണദാസിനെയാണ് ഇന്ന് ഞാൻ കണ്ടത്. ഒരു കൊച്ചു പയ്യനാണ്, ഒരു ടീഷർട്ടൊക്കെ ഇട്ട് കൃഷ്ണദാസിനെ ഇങ്ങനെ നോക്കി. ഞാൻ കൃഷ്ണദാസിനെ ഇങ്ങനെ നോക്കി. അപ്പോൾ അതൊരു സന്തോഷമാണ്. കൃഷ്ണദാസിന് ഇതിൻ്റെ ചരിത്രമോ കഥയൊന്നും കൊച്ചു പയ്യനല്ലേ, അവനറിയത്തില്ല. അവൻ്റെ അമ്മ എനിക്ക് ആ സ്നേഹം ഇപ്പോഴും, അവർക്ക് ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അതിനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് മറക്കുമെന്ന് അറിയത്തില്ല. ഒരു വഴി പറഞ്ഞു കൊടുത്ത ഒരാൾ ഓർത്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. വല്യമ്മയ്ക്ക് ആ സ്നേഹം ഇന്നും ഉണ്ട്. വല്യമ്മയ്ക്ക് കാരണം അവർക്കത് അവരുടെ ജീവിതത്തിലെ വലിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ ഞാനിതുപോലെ എല്ലാ കാര്യവും പറയുന്നത് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളത് ശരിയായിട്ട് വിശ്വാസത്തോടെ, ഇപ്പം ഞാൻ പറഞ്ഞ ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം അതോടെ മാറി. പിന്നെ ജീവിതത്തിൽ പുറന്നോട്ട് നോക്കേണ്ട കാര്യമില്ല. മാസത്തിൽ 1 വീതം പോകണം ആ ക്ഷേത്രത്തിൽ. കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്, സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് ഫലം ഉണ്ടാകണമെങ്കിൽ 1 തവണ പോയിട്ടോ 2 തവണ പോയിട്ടോ കാര്യമില്ല. ചിലർക്ക് പെട്ടെന്ന് നല്ല മാറ്റം ഉണ്ടാകും, ചിലർ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ ഈശ്വരൻ്റെ കുഴപ്പമൊന്നുമല്ല. നമ്മളുടെ മനസ്സ് ആ ദേവനല്ല ദേവിയിൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സങ്ങ് ചൊല്ലും. ചിലപ്പോൾ സമയം എടുക്കും. നമ്മുടെ മനസ്സിൽ മുഴുവൻ സംശയമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ കാലത്തുണ്ടായ ചില ദുരനുഭവങ്ങൾ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കും ഇപ്പോഴും. അതായത് ഒരു കഥയുണ്ട്. അത് ഈ ബുദ്ധനും കുറേ ശിഷ്യന്മാരോട് ഒരു ചെറിയ ഒരു ആറാണ്, എന്ന് വെച്ചാൽ നടന്നു കയറാവുന്ന ആഴമുള്ള ഒരു ആറിൻ്റെ ഭാഗത്തൂടെ ആറ് പിന്നെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേനും ഒരു ലേഡി ആ ലേഡിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പം ആ ലേഡിയെ ഈ ബുദ്ധനല്ല, അത് വേറെ ഒരു സന്യാസിയാണ്, ബുദ്ധനല്ല. അത് എൻ്റെ ഓർമ്മ, പണ്ട് വായിച്ച ഒരു കഥയാണ്, ശരിക്കും ഓർക്കുന്നില്ല. ഒരു സന്യാസി ശിഷ്യന്മാരുമായിട്ട്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ സന്യാസി ബുദ്ധനല്ലെന്ന് എൻ്റെ ഓർമ്മ. ഒരു സന്യാസി സംഘം, സന്യാസി ശിഷ്യന്മാർ, അങ്ങനെയാണ് ഞാൻ ഓർക്കുന്നത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചത്. അപ്പോൾ ഈ സന്യാസി ഒരു സ്ത്രീയെ, ഒരു സുന്ദരിയായ സ്ത്രീ, അവൾക്ക് 6 കടക്കാൻ വേണ്ടി അവൾക്ക് പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ച് ഇയാൾ ഈ സ്ത്രീയെ എടുത്തുകൊണ്ട് നദിക്ക് അപ്പുറത്ത് കൊണ്ട് വെച്ചു. അപ്പോൾ നദിയുടെ ആഴം കുറഞ്ഞ ഭാഗമാണ്. അപ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഗുരു നടന്നു പോകാം മുന്നിൽ. അപ്പോഴേ കുറേ അങ്ങ് ചെന്നപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഗുരു അങ്ങ് എന്നാലും ആ സുന്ദരിയായ സ്ത്രീയെ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പം ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഒരു ശിഷ്യൻ. അപ്പം ഗുരു പറഞ്ഞ കാര്യം,
ഞാനതപ്പോഴേ മറന്നു, നീ അതും ഇപ്പം മനസ്സിൽ ചുമ്മിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ പോലാണ് പല ആളുകളും അവരുടെ കഷ്ടകാലങ്ങളെല്ലാം ഇപ്പോഴും അവർക്ക് നല്ല മാറ്റം വന്നാൽ പോലും ആ കഷ്ടകാലങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറത്തില്ല, മനസ്സിൽ ചുമ്മിക്കൊണ്ട് നടക്കുക. അത് കൊണ്ടാണ് പല വഴിപാടുകൾ ചെയ്താലും പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വഴിപാടുകൾ ഫലം കാണാത്തതും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാത്തതും. അതുകൊണ്ടാണ് ഈ നമ്മൾ പറയുന്നത് നമ്മൾ ക്ഷേത്രത്തെ ആവർത്തിച്ച് പോകണമെന്ന് പറയുന്നത്. ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നത് വെച്ചാൽ അവർ പഴയ കാലങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളയും, അവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും, അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും. ചിലർക്ക് ചിലപ്പം ഭയങ്കര വിശ്വാസിയായിരിക്കും, നമ്മൾ അമ്പലത്തിന് മുന്നേ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നിന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്, പക്ഷേ ഇവരുടെ മനസ്സിൽ മുഴുവൻ കഴിഞ്ഞ കാലത്തെ വിഷമങ്ങളൊക്കെയാണ്, അതും ചുമ്മിക്കൊണ്ട് ഇപ്പോഴും നടക്കുക, എവിടെ ഫലം കിട്ടാനാണ്. ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് കൈയൊക്കെ കൂപ്പി ചെയ്യുന്ന ഇങ്ങനെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ വലിയ മാറ്റമൊന്നും ചിലർക്ക് വരാറില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവരുടെ മനസ്സിൽ എപ്പോഴും നിരാശയാണ്. കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും ഒക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഓർത്തുകൊണ്ട് ഇപ്പോഴും നടക്കുക. പിന്നെ എങ്ങനെയാണ് ആ മനസ്സിലേക്ക് പൂർണ്ണമായിട്ട് ഈശ്വരൻ വരുന്നത്? എങ്ങനെ? മനസ്സിൻ്റെ പകുതിയും മുക്കാലും പഴയ കഷ്ടകാലമാണ് മനസ്സിൽ കിടക്കുന്നത്, പിന്നെ ഇങ്ങനെ അതിലേക്ക് ഈശ്വരൻ വരുന്നത്. കഷ്ടകാലം കൊണ്ടാണ് മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ കാലത്തെ നടന്നുപോയ കാര്യങ്ങൾ അതിപ്പോഴും ചുമ്മിക്കൊണ്ട് നടക്കുക. അതേ ഈ ബലം കിട്ടാത്തതിൻ്റെ കാര്യം. അത് ചിലപ്പോൾ കുറേ തവണ ക്ഷേത്രത്തിൽ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് മാറ്റം വരും, കാരണം പുതിയ പുതിയ ചിന്തകൾ മനസ്സിലേക്ക് കയറി കഴിയുമ്പോൾ പഴയത് പോകും. ചിലർക്ക് അതും പോകത്തില്ല, അവർ വീണ്ടും വീണ്ടും പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് ആവർത്തിക്കണമെന്ന് പറഞ്ഞ കാര്യം. 1. 2, നമുക്കൊരു ദേവൻ അല്ലെങ്കിൽ ഒരു ദേവി നമ്മളെ അനുഗ്രഹിച്ചാൽ നമ്മൾ അവരോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ആ ഒരു നന്ദി സൂചകമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പോയി വഴിപാട് ചെയ്ത് ആ നന്ദി അറിയിക്കണം. അത് പ്രകൃതി നിയമം. ആ നന്ദി അറിയിക്കുന്നതിലാണ് ജീവിതം മാറുന്നത്. അതുകൊണ്ടാണ് ആവർത്തിക്കണമെന്ന് പറയുന്നതിൻ്റെ 2ാമത്തെ കാരണം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ അറിയേണ്ട കാര്യം. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ, ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ അറിവുകൾ അറിഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ ജീവിതം മാറ്റുന്ന, നമ്മളെ മാറ്റുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അതറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. അതറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഓരോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നടക്കും, ജീവിതം ഒരിക്കലും മാറത്തില്ല. അറിയേണ്ട കാര്യം പറഞ്ഞാൽ അതോടെ ജീവിതം മാറും, സന്തോഷമാകും, ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും, ഈശ്വരനെ അറിയും. അതിനു വേണ്ടിയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക. ചെയ്തവർക്ക് അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയുണ്ട്. എല്ലാം ശിവപാദത്തിൽ സമർപ്പിക്കുന്നു. ശിവശിവ. ഓം നമ ശിവായ. ശിവോഹം. ഓം കൃഷ്ണായ നമ. ശിവശിവ.